ഹലോ, കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഉരുളൻകിഴങ്ങ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഫ്രൈ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് കാഞ്ഞു വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞ ഉരുളൻകിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഉരുളൻകിഴങ്ങ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിയാം കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് നന്നായി കഴുകിയിട്ട് വാര വയ്ക്കണം. അതിന് ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതൊന്ന് വേവണം. അതുവരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിതൊന്ന് സ്പൂൺ കൊണ്ട് വയ്ക്കുമ്പോൾ അതൊന്ന് മുറിഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിതിലോട്ട് മസാലാസ് ചേർക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചച്ചുവ ഒന്ന് മാറി വരുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഉരുളൻകിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ. ഓക്കെ, ബൈ, താങ്ക് യു.